ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. വൈകുന്നേരമാണ് എൻ്റെ ഡാൻസ്. എല്ലാം ഞാൻ 100 തവണ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒരിക്കൽ കൂടെ പറയണതാണ്. ബാക്കിയുള്ളവരാരും വന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ പറയാം, ഇന്ന് ഞാൻ കളിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാവണം. ഞാൻ വരാം. ഇവിടുത്തെ സുനിച്ചന്റെ അണ്ണന്റെ മോനാണ്. മാനഞ്ചേരിയില്ല പരമു എന്ന് പറഞ്ഞ ആളിന്റെ മോൻ. അങ്ങേരെ ഞാൻ പോലീസ് കൊണ്ടുപോയി. ആരെയും മുതൽ മുട്ടിച്ചെന്നും പറഞ്ഞു. അയ്യോ നോക്കി. എന്നാ ഞാൻ പോയിട്ട് വരുമ്പോ വരാം. ചെറുക്കാൻ നീ റോട്ടിൽ പോയിരുന്നാടാ? പുറത്ത് പോകുമ്പോൾ പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഇത്തിരി പോലും പഞ്ചാരയും കൂടി വാങ്ങിക്കാൻ പറഞ്ഞേനെ. ആ ടി വി ആണോ വന്നിരിക്കുന്നവർക്ക് ഒരു ഗ്ലാസ് തേയിലോളെങ്കിലും കൊടുക്കണ്ടേടാ. ഒരുമാതിരി കഴുപ്പണം കെട്ട ഇടപാട് കാണിക്കില്ലേ? ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇരിക്കണമെന്ന് പറഞ്ഞ് എല്ലാരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തോണം. കോവിലിൽ ഉത്സവമായിട്ട് പോലും ഒരുത്തരും അങ്ങോട്ട് പോകണ്ട. എടാ ചന്ദ്ര, ഇത്രയും നാള് യതിയാണന്റെ വീട്ടില് നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ ടി വി കാണാൻ പോയിക്കൊണ്ടിരുന്നത്? അതല്ല നീ ഇത്ര പെട്ടെന്ന് മറന്നല്ലേ? അത് യതീന്ദ്രന്റെ വീട്ടില്, ഇത് എന്റെ വീട്. പന്ന പരമന്റെ മോനെ, ഈ ടിവിയുടെ വരുന്നതിന് മുമ്പ് നീ ഇതുപോലെ വല്ലവന്റെ തെണ്ണ നൽകിയിട്ടല്ലടാ കണ്ടോണ്ടിരുന്നത്. എന്ന് വെച്ച് ഇതുപോലെയാണോ? ഇവിടെ രാത്രി എന്നാ പകലെന്നാ നോട്ടം ഉണ്ടാ? ഞാനും വെളുക്കണ്ട എല്ലാണോ കുടുംബമായിട്ട് കെട്ടുകെട്ടിങ്ങ് പോരെയല്ലേ? നിനക്കാണ് ആദ്യം തരാനുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞാണ് യവന്റെ വീട്ടിൽ ടി വി കാണാൻ വരില്ലേന്ന്. പാടി ചന്ദ്ര, അല്പന ഐശ്വര്യ കിട്ട കൊടപിടിക്കുന്ന കേട്ടിട്ടാണ് ഞങ്ങളിപ്പോ അത് കണ്ടു കേട്ടാ. എരപ്പാളി, പരമോണ്ണന്റെ കാലത്തുള്ള ബന്ധാണ് ദാണ്ട ഞങ്ങളിവിടെ കളഞ്ഞിട്ട് പോണത്. ഓ, പിള്ള മാത്രമല്ല തള്ളെ കൂടി ചേർന്നുകൊണ്ടാണ്. ഒരു ടിവിയുടെ പേരും പറഞ്ഞിട്ടാണ് നീ ഞങ്ങൾ ഇവിടെ ഇറക്കി വിടുന്നത്. മനുഷ്യബന്ധത്തിനാണ് നീ വിലയിട്ടത്, ഓർമ്മിച്ചോ? ഓ, അത് നമ്മൾ കുറെ കണ്ട്. ഞാൻ ഇവിടെ കളർ ടി വി വാങ്ങിച്ചപ്പ അക്കരെ യതിയണ്ണന്റെ വീട്ടിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയും കളഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഓടിയ നിങ്ങളാണ് എന്റെ ബന്ധത്തിന്റെ വില പറയണത്. എന്നാ ഇതിലും വലിയ ടി വി ഞാൻ വാങ്ങിച്ചാലോ? കേട്ടോടോ മോനെ ചന്ദ്ര, ഇന്ന് നേരെ ഇരുട്ടുന്നതിന് മുമ്പ് ഈ കളപ്പുരയിൽ മനോഹരൻ ഇതിലും വലിയ ടി വി വാങ്ങിച്ചിരിക്കും. ഒരു വലിയ കളർ ടി വി. മനോഹര, ഞായറാഴ്ചയായിട്ട് നിന്റെ തന്ത കൊണ്ടുവന്ന് തുറന്നു വച്ചിട്ടുണ്ടാടാ ടി വി കട. ഏത് കട കുത്തി തുറന്നിട്ടായാലും ഈ മനോഹരൻ ടി വി കൊണ്ടുവന്നിരിക്കുന്നില്ല പണ. പടി അതിനൊപ്പിച്ച പിള്ളേ പെണ്ണേ, എന്തൊരു പെണ്ണേ പ്രശ്നം? അത് ശരി, കാര്യമൊന്നും അറിയാതാണ് വഴക്കി കയറി തൂങ്ങിയത്. ആ രൗത്തങ്ങളെ കൂടി പണിക്കപ്പോ അമ്മയ്ക്ക് മോനെ സമ്മതനായി. ഇനി പെണ്ണെ, ചെടിക്ക് വെള്ളം ഒഴിച്ചാണ്. ഇവിടെ ഇപ്പൊ ആർക്കും അതിനൊന്നും നേരില്ലല്ലോ. ഈ ടി വി കണ്ടുപിടിച്ചവനെ തല്ലിക്കൊല്ലണം.